കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. രാമായണത്തിലെ സുന്ദരകാന്ഡ പാരായണം ധനാഭിവൃദ്ധിക്ക്. വാൽമീകി രാമായണത്തിലെ സുന്ദരകാന്ഡ പാരായണം വളരെ വിശേഷമാണ്. ഈ സുന്ദരകാന്ഡ പാരായണം നമ്മളുടെ ഐശ്വര്യത്തിന് രാമായണം കർക്കിടക മാസത്തിൽ മാത്രമല്ല വായിക്കുന്നത്, പാരായണം ചെയ്യുന്നത് എന്ന് നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഈ രാമായണം എന്നും പാരായണം ചെയ്യുന്നതും പ്രത്യേകിച്ച് സുന്ദരകാന്ഡം എന്നും പാരായണം ചെയ്യുന്നത് വളരെ വിശേഷമാണ്. അത് ചെയ്യുന്നവർക്ക് അതിന്റെ ഫലങ്ങളും വളരെ വേഗം സിദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സുന്ദരകാന്ഡത്തില് ഒരിക്കൽ ആരോ വിളിച്ചിട്ട് ചോദിച്ചു, ഈ സർഗങ്ങൾ ഒന്നും ഇല്ലല്ലോ രാമായണത്തില്, സർഗം എന്ന് പറയുന്നത് എങ്ങനെയാണ്, സർഗങ്ങൾ ഇല്ലല്ലോ എന്ന്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, വാൽമീകി രാമായണത്തിൽ സർഗങ്ങൾ ഉണ്ട്. സർഗങ്ങളായിട്ടാണ് അതിനെ തിരിച്ചിരിക്കുന്നത്. സർഗങ്ങൾ എന്ന് പറയുന്നത് ഓരോ സർഗങ്ങളും ഓരോ കാര്യത്തിനും ഓരോ നമ്മളുടെ ചിന്തകൾക്കും അതീതമാണ്. രാമായണത്തിലെ 7 കാണ്ഡങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായ ഒരു കാണ്ഡം തന്നെയാണ് സുന്ദരകാന്ഡം എന്ന് കരുതുന്നുണ്ട്. ഈ സുന്ദരകാന്ഡത്തിലെ പല സർഗങ്ങളും പല ശ്ലോകങ്ങളും ഐശ്വര്യം, ധനസമ്പത്ത്, ആരോഗ്യം, ശത്രു നിവാരണം ഇങ്ങനെയൊക്കെ വളരെ പ്രദാനം ചെയ്യാൻ കഴിവുള്ളതാണ് ഈ പറയുന്ന സുന്ദരകാന്ഡ പാരായണം. ഈ രാമായണത്തിലെ ഈ സുന്ദരകാന്ഡം 68 സർഗങ്ങളിലായിട്ട് 28,000-ൽ പരം ശ്ലോകങ്ങളാണ്. 68 സർഗങ്ങളാണ്. ഇപ്പോഴാണ് സർഗങ്ങൾ നോക്കിക്കൊള്ളുക. പലരും പറയുന്ന സർഗവും ഇല്ലല്ലോ എന്നാണ്. പലരും വിളിച്ച് ചോദിക്കുന്ന രാമായണത്തിൽ എവിടെയാ സർഗം എന്നാണ്. രാമായണത്തിൽ സർഗം ഉണ്ട്. വാൽമീകി രാമായണത്തിൽ സർഗമുണ്ട്. 68 സർഗങ്ങളിലായിട്ട് 28,000-ൽ പരം ശ്ലോകങ്ങളാണ് വാൽമീകി രാമായണത്തിലുള്ളത്. ഇവ മുഴുവനും നിത്യവും പാരായണം ചെയ്യുക അപ്രാപ്യമാണ്. എല്ലാ ദിവസവും രാവിലെ എടുത്തു വെച്ചിട്ട് രാമായണം പാരായണം ചെയ്തിരുന്ന പോരാ. നമുക്ക് ജോലിക്ക് പോകണം, വീട്ടിലെ കാര്യങ്ങൾ, പല കർമ്മങ്ങളുണ്ട്. കർമ്മങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം രാമായണം അല്ല എന്തും നമുക്ക് പാരായണം ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ മന്ത്രങ്ങളും ജപങ്ങളും ഒക്കെ ആണെങ്കിൽ നമുക്ക് നടക്കുന്ന വഴിയിലും ജോലി ചെയ്യുന്ന സമയത്തൊക്കെ വേണമെങ്കിൽ ജപിച്ചുകൊണ്ടിരിക്കാം, മനസ്സിൽ ജപിക്കാം. പക്ഷെ രാമായണം പാരായണം ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഇരുന്ന് തന്നെ പറ്റുള്ളൂ. അപ്പോൾ ഈ പറയുന്ന പാരായണം ചെയ്യുക എന്ന് പറയുന്നത്, നിത്യവും പാരായണം ചെയ്യുക എന്ന് പറയുന്ന അപ്രാപ്യമായതുകൊണ്ട് നമ്മളെ പല പാരായണ രീതികൾ നമ്മൾ അനുവർത്തിക്കാൻ പറയുന്നുണ്ട് ആളുകളോട്. അതായത് നിങ്ങൾക്ക് സൗകര്യപ്രദമായിട്ട് ഒരു പർട്ടിക്കുലർ പ്രശ്നമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ, ഒരു പ്രത്യേക പ്രശ്നമാണ് ഉള്ളതെങ്കിൽ ഈ 68 ദിവസങ്ങൾ കൊണ്ട് 3, 5, 7, 11 തവണ നിങ്ങൾ പാരായണം ചെയ്ത് തീർക്കുക. അപ്പോൾ 68 ദിവസങ്ങൾ കൊണ്ട് 3 പ്രാവശ്യം വായിക്കുക. അപ്പോൾ മുടക്കുള്ള ദിവസങ്ങൾ, ഒഴിവുള്ള ദിവസങ്ങളിൽ സുന്ദരകാന്ഡം മാത്രം നമ്മൾ ഈ പറയുന്ന 28,000 ശ്ലോകങ്ങൾ ഒരു 68 ദിവസത്തിന്റെ ഇടയിൽ 3 പ്രാവശ്യം വേണേ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ 5 പ്രാവശ്യം വേണേ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ 7 പ്രാവശ്യം വേണേ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ 11 സുന്ദരകാന്ഡം മാത്രം ഒരു 11 തവണ വായിക്കുക. വളരെ വിശേഷമായിട്ടിരിക്കും. അപ്പം അത് മറ്റൊരു പാരായണ ക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വേറൊരു രീതി എന്ന് പറഞ്ഞാൽ, 1-ാം ദിവസം 1 മുതൽ 15 വരെയുള്ള സർഗം വായിക്കുക. പിന്നെ 2-ാമത്തെ ദിവസം 16 മുതൽ 32 വരെയുള്ളത് വായിക്കുക. 3-ാമത്തെ ദിവസം 33 മുതൽ 51 വരെയുള്ളത് വായിക്കുക. 4-ാമത്തെ ദിവസം 52 മുതൽ 68 വരെയുള്ളത് വായിക്കുക. അപ്പോൾ ഇങ്ങനെ ഈ ഇപ്പൊ 68 ദിവസം എന്ന് പറയുമ്പോൾ ഓരോ സർഗം ഓരോ ദിവസം വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം ഓരോ സർഗം എന്ന് പറയുമ്പോൾ 68 ദിവസം കൊണ്ട് ഒരു 7 പ്രാവശ്യം വായിക്കുക, അല്ലെങ്കിൽ 11 തവണ വായിക്കുക. ഈ രീതിയിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ 48 ദിവസങ്ങൾ കൊണ്ട് 12 തവണ പാരായണം ചെയ്യുക. എങ്ങനെ? 1-ാം ദിവസം 1 മുതൽ 15 വരെ, 2-ാം ദിവസം 16 മുതൽ 32 വരെ, 3-ാം ദിവസം 30 മുതൽ 51 വരെ, 4-ാം ദിവസം 52 മുതൽ 68 വരെ. ഇങ്ങനെ 48 ദിവസങ്ങൾ കൊണ്ട് 12 തവണ ഇത് പാരായണം ചെയ്യുക. ഇപ്പൊ 4 ദിവസം കൊണ്ട് നമ്മൾ ഈ സർഗങ്ങൾ ഇത്രയും തീർത്തല്ല, വീണ്ടും നമ്മൾ വീണ്ടും വന്നിട്ട് അടുത്ത ദിവസം തൊട്ട് 1 തൊട്ട് 15 വരെ, 2 തൊട്ട് 16 തൊട്ട് 32 വരെ, പിന്നെ 33 തൊട്ട് 51 വരെ, പിന്നെ 52 തൊട്ട് 68 വരെ. ഇങ്ങനെ 48 ദിവസം നമ്മൾ നിഷ്ഠ വയ്ക്കുക. ഈ 48 ദിവസം കൊണ്ട് ഇതിങ്ങനെ 12 തവണ അപ്പൊ എത്രയായി? 48 ദിവസം കൊണ്ട് ഓരോ പ്രാവശ്യം 4 ദിവസമായിട്ടാണ് നമ്മൾ ഓരോ സർഗങ്ങൾ തീർക്കുന്നത്, ഈ പറയുന്ന സർഗങ്ങൾ. അങ്ങനെ വായിക്കുക. എന്നിട്ട് ഇത് സർവസ്ഥിതി പ്രദായകമാണ്. നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കും. ഒപ്പം തന്നെ സമാപന ദിവസം, ഈ 4-ാം ദിവസം 68 സർഗം കഴിഞ്ഞ് സമാപന ദിവസം യുദ്ധകാന്ഡം, സുന്ദരകാന്ഡം കഴിഞ്ഞിട്ട് യുദ്ധകാന്ഡം 131-ാം സർഗം മാത്രം അതൊന്ന് പാരായണം ചെയ്യുന്നത് നല്ലതാണ്. അത് ചെയ്യുന്നത് വളരെ നല്ലതാണ്. യുദ്ധകാന്ഡത്തിൽ 131-ാമത്തെ സർഗം മാത്രം അന്നത്തെ ദിവസം പാരായണം ചെയ്യാം. ഇനി വാൽമീകി രാമായണത്തിലാണ് സർഗങ്ങളായിട്ട് തിരിച്ചിട്ടുള്ളത്. മറ്റേ രാമായണത്തിലൊക്കെ ഉള്ളതൊക്കെ തന്നെയാണ് ഇതിലും ഉള്ളത്. പക്ഷെ ഇതിന് സർഗങ്ങൾ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു, വാൽമീകി രാമായണവും കമ്പരാമായണവും തുഞ്ചത്തെഴുത്തച്ഛന്റെ രാമായണവും ഒക്കെ ഒന്ന് തന്നെയാണ് എങ്കിൽ തന്നെയും സർഗങ്ങളായിട്ട് വായിക്കാൻ എളുപ്പം വാൽമീകി രാമായണത്തിലാണ്. സുന്ദരകാന്ഡത്തിലെ ഏറ്റവും വിശിഷ്ടമായ സർഗങ്ങളിൽ ഒന്നാണ് 38-ാം സർഗം. അത് എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ,
സീതാദേവി ഹനുമാന് ചൂടാമണി പ്രദാനം ചെയ്യുന്ന സംഭവത്തിന്റെ വിവരണം ഈ സർഗത്തിലാണ്. അത് കുറച്ച് വിശദമായിട്ട് തന്നെ ഈ സർഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ 38 സുന്ദരകാന്ഡത്തിലെ 38 സർഗത്തില് അതിന് അതീവ മാഹാത്മ്യവും പറയുന്നുണ്ട്. കാരണം സീതാദേവി ഹനുമാന് ചൂടാമണി കൊടുത്തുകൊണ്ട് അത് ഭഗവാന് കൊടുക്കുന്നതും ശ്രീരാമന് കൊടുക്കുന്നതും അതിനെക്കുറിച്ചും വിവരിക്കുന്ന ആ സംഭവം അതീവ വിശിഷ്ടമാണ്, അതീവ മഹത്വമാണ്. അത് ഈ 38 സർഗത്തിലായതുകൊണ്ട് അതിന് നമ്മൾ അതീവ മാഹാത്മ്യം കൊടുക്കുന്നത് കൊണ്ട് ഈശ്വരാനുഗ്രഹത്തിനും സർവ്വദുഃഖ നിവാരണത്തിനും കാര്യസാധ്യത്തിനും ഒക്കെ ഈ സർഗത്തിന്റെ നിത്യപാരായണം ഉത്തമമാണ്. അപ്പോൾ സുന്ദരകാന്ഡത്തിലെ 38 സർഗം വേണമെങ്കിൽ നിങ്ങൾ നിരന്തരം എല്ലാ ദിവസവും പാരായണം ചെയ്തോളാം, ഒന്നും കിട്ടുന്നില്ലെങ്കിൽ. എന്നാലും നിങ്ങൾക്ക് ഈ പറയുന്ന സർവ്വദുഃഖ നിവാരണം സംഭവിക്കും എന്നുള്ളതാണ്. കാരണം സീതാദേവി ഹനുമാനോട് അത് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഹനുമാൻ അത് കേൾക്കുമ്പോഴുള്ള ശ്രദ്ധ, അതേ രീതിയിൽ തന്നെ നമ്മളത് ഉൾക്കൊണ്ടുകൊണ്ട് വായിച്ചു കഴിഞ്ഞാൽ, ആ സർഗം പാരായണം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സർവ്വ ദുഃഖ നിവാരണവും ഈശ്വരാനുഗ്രഹവും ലഭിക്കും എന്നാണ് പറയുന്നത്.